ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1232 ദിവസമായ ഇന്ന് 2024 സെപ്റ്റംബർ മാസം 28 തീയതി ശനിയാഴ്ച, 1200 ആണ്ട് കന്നിമാസം 12 തീയതി. ഗുരുവചനങ്ങളിലൂടെ ജനന മരണ രൂപത്തിലുള്ള സംസാര രോഗം പാടെ ശമിപ്പിക്കാൻ പറ്റിയ മരുന്ന് പരമേശ്വരൻ്റെ തിരുനാമമല്ലാതെ മറ്റൊന്നുമില്ല. ലോകമൊക്കെ ആ ലക്ഷ്യവും സാധനാമാർഗവും മറന്ന് വീണ്ടും വീണ്ടും വാസനാസങ്കല്പ രൂപങ്ങളായ പൂക്കളും ജനനമരണ രൂപങ്ങളായ കായ്കളും കൊണ്ട് നിറയുന്ന കാട് വളർത്തൽ കൊണ്ട് പെരുകുന്നതായി കാണാം. ശ്രീനാരായണ ഗുരുദേവൻ ശിവശതകം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആത്മാനന്ദത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ പഴയ ഒരു മാലയും വളയും കമ്മലും കൂടി ഒന്നിച്ച് ഉരുക്കുന്നു. അത് ക്രമേണ കനലിൽ ഉരുകി ഒരു സ്വർണ്ണക്കട്ടയായി രൂപപ്പെടുന്നു. അതോടെ നേരത്തെ ഉണ്ടായിരുന്ന മാല, വള, കമ്മൽ എന്നീ ആഭരണങ്ങൾ ഇല്ലാതായി. പിന്നീട് അതേ സ്വർണ്ണപ്പണിക്കാരൻ അതേ സ്വർണ്ണക്കട്ട വീണ്ടും ഉരുക്കി പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ പഴയ ആഭരണങ്ങൾ മരിച്ചെന്നോ പുതിയ ആഭരണങ്ങൾ ജനിച്ചെന്നോ പറയാനാകുമോ? ഇല്ല. കാരണം ഇവിടെയുള്ളത് സ്വർണം എന്ന ഒരു വസ്തു മാത്രമാണ്. അതിൽ ആഭരണങ്ങൾ എന്നത് വന്നു പോകുന്ന വെറും രൂപങ്ങൾ മാത്രവും. ഈ രൂപങ്ങൾ എത്ര തന്നെ മാറിയാലും മറഞ്ഞാലും അതിലിരിക്കുന്ന സ്വർണം മാത്രം മാറുന്നില്ല. അതെപ്പോഴും സ്വർണം മാത്രമായി തന്നെ ഇരിക്കുന്നു. അതുപോലെയാണ് മനസ്സിലുണ്ടാകുന്ന വാസനാസങ്കല്പങ്ങളുടെയും അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു വീഴാവുന്ന ഈ വാസനാസങ്കല്പങ്ങളാകുന്ന പൂക്കളും അതിൽ നിന്നുണ്ടാകുന്ന ജനനമരണ രൂപങ്ങളെന്ന ഫലങ്ങളും കൊണ്ട് നിറയപ്പെട്ടതാണ് ഈ ഭൗതിക ലോകം. അതുകൊണ്ട് ഇതെല്ലാം സ്വർണം പോലെ മാറാതിരിക്കുന്ന ഒരറിവിൽ മാറിയും മറിഞ്ഞു വരുന്ന അവസ്ഥാഭേദങ്ങളാണെന്നറിയണം. ഈ അവസ്ഥാഭേദങ്ങൾ സത്യമാണെന്നും സ്ഥിരമാണെന്നും വിശ്വസിച്ചാൽ ജീവിതം ദുരിതമായി തീരും. അതുകൊണ്ട് വാസനാസങ്കല്പങ്ങളെ ഉണ്ടാക്കി വിരിക്കുന്ന മനസ്സിൻ്റെ മൂട് ഏകാഗ്രത കൊണ്ട് തുരന്ന് അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആത്മാനന്ദത്തിൽ അമരണം. അതിന് ഭഗവത് നാമസ്മരണയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതായത് ഏതൊരു കർമ്മവും മനസ്സിലുണ്ടാകുന്ന സങ്കല്പ വികല്പഭാവങ്ങളെ അകറ്റി നിരുപാധികമായും നിരപേക്ഷമായും ചെയ്യണം. അപ്പോൾ ആത്മാനന്ദത്തിലേക്ക് സ്വയമേവ പ്രവേശിക്കുവാനാകും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.